40-ാമത്തെ സങ്കീർത്തനം 17-ാം വാക്യം. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. ഒരു മനുഷ്യൻ ആരാണ് എന്നുള്ളത് ദൈവത്തിനു മുമ്പാകെ തുറന്ന് സമ്മതിക്കുക എന്നുള്ളത് അവന്റെ വിജയത്തിന്റെ ആദ്യ പടിയാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ തന്നെക്കുറിച്ച് തന്നെ പറയാണ്, ഞാൻ എളിയവനാണ്, ദരിദ്രനാണ്. എളിയവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ അഫ്ലിക്റ്റഡ് ആണ്, പലതരത്തിലുള്ള പ്രയാസത്താൽ ജീവിതത്തെ വളരെ സങ്കടപൂർവം മുമ്പോട്ട് നയിക്കുന്ന ഒരാളാണ്. ഞാൻ ദരിദ്രനാണ്, സാമ്പത്തികമായി പരാധീനതയുള്ള ആളാണ്. ദരിദ്രൻ എന്നതിനേക്കാളും ആവശ്യകതയുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഐ എം നീഡി. ധാരാളം ആവശ്യങ്ങൾ എനിക്കുണ്ട്, പക്ഷേ തനിക്കൊരാശ്വാസമുണ്ട്. കർത്താവ് എന്നെ വിചാരിക്കുന്നു, കർത്താവ് എന്നെ കരുതുന്നു. ലോർഡ് ഈസ് മൈൻഡ്ഫുൾ ഓഫ് മീ എന്നാണ്. കർത്താവ് എനിക്ക് മൈൻഡ്ഫുൾ ആണ്. എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ ഭാരങ്ങളിൽ, എൻ്റെ വേദനകളിൽ എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. അതാണ് പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധൈര്യവും ബലവും. കർത്താവ് നമ്മെ വിചാരിക്കുന്നു എന്നുള്ളത് എത്ര ആശ്വാസം ജനിപ്പിക്കുന്ന കാര്യമാണ്.